ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ നമ്മൾ ജീവിക്കൂ. ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്തു വേണമെങ്കിലും തിന്നോ, ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോ, എല്ലാ നിയമങ്ങളും നിനക്ക് അനുകൂലമാ പെങ്ങള്. പറയുന്നവനെ പരിഹസിക്കുകയാ, പറയുന്നവനെ വേദനിപ്പിക്കുകയാ. എങ്ങനെ വേണമെങ്കിലും നടന്നോ പെങ്ങളെ. വലാ തഖ്റബുസ്സിനാ ഇന്നഹു കാന ഫാഹിശാ. കൂടെ പഠിക്കുന്നവന്റെ കൂടെ നടക്കല്ലേ, തൊടല്ലേ, പിടിക്കല്ലേ, ശരീരത്ത് തൊടല്ലേ. അത് വ്യഭിചാരമാ, അത് വ്യഭിചാരമാ, പാപവാ. എന്തു പറഞ്ഞാലും മാറ്റമില്ല പെങ്ങള്. ഉസ്താദേ പറയുന്നവനെ പരിഹസിക്കുകയാ, പറയുന്നവന് അതാ കളിയാക്കുകയാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ പെങ്ങളോട് പറയുകയാ, മോളെ എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ, അല്ലാഹനെ മറന്നുകൊണ്ട് നടന്നോ. എത്ര വഅദ് പറഞ്ഞാലും മാറില്ലെന്ന് പറഞ്ഞു നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ. പക്ഷേ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമോ? ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഈ ആയത്ത് നീ പഠിച്ചവളാണല്ലോ. എന്നാ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹ് ചോദിക്കുകയാ, എവിടെ പോകാനാ പെങ്ങള്? നീയൊക്കെ എവിടെ പോകാനാ ചെറുപ്പക്കാരാ? ഓം തോടിയാ എവിടെ വരെ പോകുമടാ? നിന്റെ ഓട്ടത്തിനൊരു പരിധിയുണ്ട് മോനെ, നിന്റെ ഓട്ടത്തിനൊരു പരിധിയുണ്ട്. നീ ഒരു ദിവസം വീഴുമടാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖുർആനിലേക്ക് മടങ്ങും. എന്തിനാ ഓതാൻ പറഞ്ഞേ? സൂറത്തുൽ വാഖിയ നിന്റെ ഉമ്മ ഓതി. ഇന്ന് നോക്കിക്കേ, ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടിയാ കടന്ന് രാവും പകലും ഓടണത്. പെൺകുട്ടികളിലെ വളർന്നു വരുന്നു, കെട്ടിക്കണ്ട 5ാം ക്ലാസ് 6ാം ക്ലാസ് എഴുതുള്ളൂ. ഉപ്പാടെ ടെൻഷൻ, ഉമ്മാടെ ടെൻഷൻ, മക്കളെ കെട്ടിക്കണം, ഈ ഒരൊറ്റ ബേജാറ്. എന്നാ നിന്നെ എങ്ങനെയാ നിന്റെ ഉമ്മായും വാപ്പായും കെട്ടിച്ചു വിട്ടത്? പിരിവെടുത്തിട്ടൊന്നും ആയിരുന്നില്ലല്ലോ. എങ്ങനെ? അതാ പെങ്ങളെ സൂറത്തുൽ വാഖിയ. നിനക്ക് ബേജാറ്, പട്ടിണി ഉണ്ടാകും, ദാരിദ്ര്യം ഉണ്ടാകും. നിന്റെ ടെൻഷൻ ഇത്. നിനക്ക് അല്ലാഹ് എല്ലാം തന്നിട്ട് നിന്റെ ടെൻഷൻ നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന്. എന്നാ സൂറത്തുൽ വാഖിയ ഏത് വീടിനകത്ത് പാരായണം ചെയ്യുന്നോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീടിന്റെ അകത്താണോ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ, ഈ സൂറത്ത് ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ ദാരിദ്ര്യമില്ല. വാപ്പ, നീ ആദ്യം ചെന്നിട്ട് നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും പറയണം, ഈ വീട്ടിൽ നിർബന്ധമാണ് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ വാഖിയ പാരായണം ചെയ്തിരിക്കണം. ഒന്നാമത്തെ ബില്ല് പാസാക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ വീട്ടിൽ നിർബന്ധമായിട്ട് നീ പറയണം. ഒന്നുകിൽ നിങ്ങൾ ആരെങ്കിലും, ഭാര്യയോ മമ്മകളോ, നിങ്ങൾ ആരെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ വീട്ടിൽ പാരായണം ചെയ്തിരിക്കണം. വാഖിയ ഓതിയ പിന്നെ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് നീ ഭയപ്പെടണ്ട. ഹദീസുകൾ, ചരിത്രങ്ങൾ സാക്ഷിയ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 2 സൂറത്തുൽ മുൽക്ക്. എന്താ പ്രതിഫലം? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ ഇതിന്റെ മഹത്വം? 30 ആയത്തല്ലേ ഉള്ളൂ, 2.25 പേജല്ലേ ഉള്ളൂ. എന്തേ പ്രതിഫലം? അത് പള്ളിപ്പറമ്പിൽ പോകുമ്പോൾ നിനക്കൊക്കെ അറിയാം. ആ സൂറത്തിന്റെ പ്രതിഫലം എന്താണെന്ന്. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി യാത്രയുടെ മധ്യയിൽ മരുഭൂമിയിൽ തമ്പിനകത്ത് കിടക്കാം, കൂടാരം വെച്ച് കിടക്കാം. അപ്പോഴാ രാത്രി നോക്കുമ്പോ ഖുർആൻ ഓതുന്ന ശബ്ദം. ആരാ? അല്ലാഹ്. ചാടി എഴുന്നിട്ട് പുറത്തിറങ്ങി നോക്കി, മരുഭൂമി, ആരെയും കാണുന്നില്ല. സഹാബിക്ക് പേടിയായി, കയറി കടന്നു. പിന്നെയും ഖുർആൻ ഓതുന്നു. ചാടി പുറത്തിറങ്ങി നോക്കി, ആരെ കാണുന്നില്ല. 3-മതാണ് സഹാബിക്ക് മനസ്സിലാകുന്നത്, ഞാൻ കിടക്കുന്നതിന്റെ അടിയിൽ കിടന്നിട്ടാ ഖുർആൻ ഓതുന്ന. ഖബറിന്റെ മുകളിലാണ് കിടന്നിരുന്നേ. ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം പേടിച്ച് വരണ്ടോ?
രാവിലെ നബിതങ്ങളുടെ മുമ്പിലേക്ക് ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു നബിയോട് പറഞ്ഞു, നബിയെ, ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന നബി. എന്തോ വലിയ അത്ഭുതത്തോടെ നബിതങ്ങൾ ചോദിച്ചു, എന്തത്ഭുതം, എന്തത്ഭുതം? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യ്, അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2 ഖുർആൻ സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. എന്ത് പ്രതിഫലം! ഈ ഉസ്താദന്മാരെയും തങ്ങന്മാരൊക്കെ വരുമ്പോൾ പറയും, ഒന്ന് വീട്ടിൽ വാ ഉസ്താദ്, ദുആ ചെയ്യാൻ. ഇല്ലേ, നമ്മളെ വീടുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോകും ദുആ ചെയ്യാൻ. എന്നാൽ സൂറത്തുൽ റഹ്മാൻ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നോ ആ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരും. സഹാബിയുടെ ചരിത്രമുണ്ട്. ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ വീട്ടിൽ കെട്ടിയിരുന്ന ഒട്ടകവും കുതിരയൊക്കെ കിടന്ന് ചാടാൻ തുടങ്ങി. പേടിച്ചു വരണ്ടിറങ്ങി നോക്കി, എന്തേ സംഭവം, ഒന്നും കാണുന്നില്ല. പിന്നെയും അകത്ത് കയറി ഖുർആൻ ഓതാൻ തുടങ്ങി. പിന്നെയും ഈ മൃഗങ്ങൾ കിടന്ന് ചാടുന്നു. അവസാനം ഖുർആൻ ഓതൽ നിർത്തി. പിറ്റേ ദിവസം നബി തങ്ങളുടെ മുമ്പിൽ ചെന്ന് അത്ഭുതത്തോടെ പറയുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഏത് സൂറത്താ ഓതിയെ? സൂറത്തുർ റഹ്മാൻ. മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ചാടിയതാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സൂറത്തുർ റഹ്മാൻ. സൂറത്തു സജദ പാരായണം ചെയ്യണം മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ. ഉംറ ചെയ്ത കൂലി കിട്ടും പെങ്ങളെ, ഉംറ ചെയ്ത കൂലിയാണ് ആ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ. യാസീൻ, എന്തിനാ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരമുണ്ട്. ഈ സൂറത്തുകൾ നമ്മുടെ മാതാവ്, പിതാവ് അവരൊക്കെ പാരായണം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നിന്റെ ആ കുടില് സ്വർഗമായി മാറി. എന്നാ നിന്റെ കൊട്ടാരം പോലെയുള്ള വീട്, AC റൂം എല്ലാം അള്ളാഹു നിനക്ക് തന്നിട്ടും സന്തോഷവും സമാധാനവും റഹ്മത്തും ബർക്കത്തും ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? നിന്റെ വീട്ടിൽ ഖുർആൻ ഇരുന്ന് കരയുന്നത് കൊണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നിങ്ങൾ പാരായണം ചെയ്യൂ ഖുർആൻ. നിങ്ങൾ നല്ലവരാകുക. നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്, നിങ്ങളുടെ ഭാര്യമാർ വളരുന്നത്. ഒരു മനുഷ്യനും വീട്ടിൽ നിയമങ്ങൾ ഉണ്ടാക്കണം. നിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് നീ. അപ്പോൾ നിന്റെ വീട്ടിലെ ചില കാര്യങ്ങൾ അതിന് ആദ്യം നമ്മൾ നേരെയാകണം. നമ്മൾ നേരെയായാലല്ലേ നമ്മുടെ ഭാര്യ നമ്മളെ കണ്ടു പഠിക്കൂ. ആ പെണ്ണ് നന്നായാലല്ലേ മക്കൾ നന്നാകത്തുള്ളൂ. അപ്പൊ ഖുർആൻ ഓതുന്ന വീട്ടിലകത്ത് നിർബന്ധമാക്കണം. അല്ലാതെ സീരിയലും സിനിമയും മാത്രമാകരുത്. ഇതൊക്കെ പാവ തെറ്റാണെന്നറിയാം. പക്ഷെ നമ്മൾ അതിന് കൊടുക്കേണ്ട സ്ഥാനമൊന്നും, അതൊന്നും ദീനൊന്നും വീട്ടിലകത്തില്ലാതെ പോകുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തെറ്റുകൾ തിരുത്തണം പിതാവ്, ഭർത്താവ് തെറ്റുകൾ തിരുത്തണം. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു കരുണ കാണിക്കാത്ത, അള്ളാഹു സംസാരിക്കാത്ത 3 വിഭാഗം ഉണ്ടെന്ന. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവനാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിന്നെക്കുറിച്ച് നല്ലത് പറയണം സഹോദര. നബിതങ്ങൾ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറയുക, ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന. 4 പേര് നല്ലത് പറഞ്ഞ സ്വർഗമുണ്ടെന്ന. അപ്പൊ ആ നല്ലത് പറയാൻ, അത് പറയേണ്ട നാട്ടുകാരല്ല. നീ ചിന്തിക്ക്, നീ മരിച്ചാൽ നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയോ? എൻ്റെ ഇക്ക നല്ലൊരു മനുഷ്യനായിരുന്നു, അൽഹംദുലില്ലാഹ്, അദ്ദേഹം നിസ്കരിക്കും, എല്ലാ കാര്യങ്ങളും ദീനിന്റെ കാര്യങ്ങളും മുറുകെ പിടിക്കുന്ന ആളായിരുന്നു എന്ന് നമ്മുടെ ഭാര്യ നമ്മളെക്കുറിച്ച് പറയണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാകണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയെ നന്നാക്കണം, എൻ്റെ മക്കളെ നന്നാക്കണം, അവരെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം. അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് അവർക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവാക്കി എന്നെ മാറ്റണേ അല്ലാ. അവർക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാക്കി എന്നെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അവർക്ക് ഇമാമ് നിൽക്കാൻ അർഹതയുള്ള ആളാക്കി എന്നെ മാറ്റണേ അല്ലാ എന്ന് ദുആ ചെയ്യണമെന്ന. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതിന് കൊടുക്കേണ്ട സ്ഥാനവും മഹത്വമൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചമാക്കി തരും. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക. കളിയും തമാശകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ദീൻ കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും അള്ളാഹു നമുക്ക് സന്തോഷമുള്ള ജീവിതവും നല്ല മരണവും അള്ളാഹു നൽകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം. നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുമ്പോൾ, നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ,
നീ നിന്റെ വീടിനകത്ത് ഖുർആൻ ഓതൽ നിർബന്ധമാക്ക്, നല്ല കാര്യങ്ങൾ നീ നിർബന്ധമാക്ക്, ഇസ്ലാമിന്റെ നിയമങ്ങൾ നിന്റെ വീടിനകത്ത് നിർബന്ധമാക്ക്. നീ എന്നിട്ട് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. അങ്ങനെ നീ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാ അല്ലാഹു നിനക്ക് തരുന്ന ഒരു മരണം ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, അല്ലാഹുവേ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്ക്. ഇന്ന് അള്ളാഹിനെ കുറിച്ച് ആർക്കും ഒന്നും പരിചയമില്ല, അള്ളാഹിനൊന്നും ആർക്കും പേടിയില്ല. എന്നാൽ പണ്ടത്തെ കള്ളുകുടിയന്മാർക്ക് പോലും ദീനിനെ കുറിച്ച് വല്ലാത്ത അറിവായിരുന്നു. ഇന്നത്തെ പോലൊന്നുമല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും ഉമർതങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരുത്തൻ കള്ളു കുടിച്ചിട്ട് വീടിനകത്ത് നിന്നിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അന്നത്തെ കള്ളുകുടിയന്റെ അറിവ് ചിന്തിച്ചാൽ മതി, ഇന്നത്തെ പോലൊന്നുമല്ല. നമ്മൾ ഡാർക്ക് ഏജ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കാലഘട്ടം നിങ്ങൾ ചിന്തിക്കൂ. നബിതങ്ങളുടെ കാലഘട്ടം, ഉമർതങ്ങളുടെ കാലഘട്ടം. അന്നൊരു വീടിനകത്ത് ഒരാൾ കള്ളു കുടിച്ചിട്ട് നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഉമർതങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ആ മനുഷ്യന്റെ കൈകാല് വിറക്കാൻ തുടങ്ങി. ഉമർ ആ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആ മനുഷ്യൻ ധൈര്യത്തിൽ പറഞ്ഞു, ഉമറേ, ഖലീഫ ഉമർ തങ്ങളെ, ഞാൻ ചെയ്തത് തെറ്റാ, കള്ളു കുടിച്ചു, പാവ, ഓക്കെ, ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ, നീ 3 തെറ്റ് ചെയ്തു. ആ കള്ളുകുടിയൻ ഖലീഫയായ ഉമർ തങ്ങളോട് പറയുകയാ, ഞാൻ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞ് ഒരു തെറ്റേ ചെയ്തുള്ളൂ, നീയോ 3 തെറ്റ് ചെയ്തു. എന്താ ഒന്നാമത്തെ തെറ്റ്? എൻ്റെ വീടിൻ്റെ മതില് ചാടി. 2 ഒളിഞ്ഞു നോക്കി വീടിനകത്തേക്ക്. 3 അനുവാദമില്ലാതെ വീടിനകത്ത് കയറി വന്നു. 3 പാപമാണ് നിങ്ങൾ ചെയ്തത്, ഞാൻ 1 ചെയ്തുള്ളൂ. നോക്കി, അതാണ് അന്നത്തെ കള്ളുകുടിയന്റെ അവസ്ഥ. അപ്പൊ ഉമർ തങ്ങൾ ഒരിക്കൽ രാത്രി ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു വീടിനകത്ത് ഉമ്മയും മകളും കൂടെ വഴക്കു കൂടുകയാണ്. 2 പേരും കൂടെ വഴക്കു കൂടുന്നുണ്ട്. ഉമർ തങ്ങൾ ആ വീടിന്റെ പരിസരത്ത് പോയി ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, ഇങ്ങനെ പോയപ്പോൾ വഴക്കൂടി. എന്താന്ന് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു. ഉമ്മ മകളോട് പറയുന്നു പാലിനകത്ത് വെള്ളം കലർത്താൻ. അപ്പൊ മകള് പറയാ, ഇത് ചതിയ, ഇത് വഞ്ചനയാ, ഇത് പാവ, ഞാൻ ചെയ്യൂല, ചെയ്യടി, വെള്ളം കലർത്ത്. വീണ്ടും ഉമ്മ നിർബന്ധിക്ക. അപ്പൊ മകൾ അപ്പൊ ഉമ്മയോട് പറയുന്നു, ഉമ്മ, ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഉമർ അറിഞ്ഞ നമ്മളെ പിടിച്ച വലിയ ശിക്ഷയാ. അപ്പൊ ഉമ്മ മകളോട് പറയാ, ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങാ, നീ പാലി വെള്ളം കലർത്തും, ഉമർ എങ്ങനെ അറിയാനാ? അപ്പൊ ആ പെൺകുട്ടി ഉമ്മാനോട് ചോദിക്കുന്നു, ഉമ്മ, ഉമർ ഉറങ്ങുകയായിരിക്കും, ഉമർ അറിയുന്നില്ലായിരിക്കും, അല്ല കാണുന്നുണ്ട് ഉമ്മ, ഞാൻ കലർത്തൂല ഉമ്മ, പടച്ച റബ്ബ് കാണുന്നുണ്ട്. അത് അന്നത്തെ കുട്ടികള്. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. രാവിലെ സുബഹി കഴിഞ്ഞ ഒരാളെ ആ വീട്ടിൽ പറഞ്ഞു വിട്ടു ആ മകളെ കുറിച്ച് അന്വേഷിക്കാൻ. അങ്ങനെ ഒരാൾ ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ആ കുട്ടി യതീമാ. അവര് പാലിൽ വെള്ളം കലർത്തുന്നവരൊന്നുമല്ല, ആകെ ഉള്ളതൊരൊട്ടകം. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുക്കലാണ് അവരുടെ വരുമാനം. ഒട്ടകം കുറെ ദിവസമായിട്ട് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയില്ല. അങ്ങനെ ഒരു ദിവസം ഒരല്പം പാല് കിട്ടിയപ്പോൾ ഉമ്മ പറഞ്ഞു, ഇത്തിരി വെള്ളം കലർത്തി കൊടുക്ക്, വല്ലതും തിന്നാൻ കിട്ടുമല്ലോ, എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോഴാണ് ആ മകള് പറയുന്നത് അല്ല കാണുന്നുണ്ടെന്ന്. ഉമർ തങ്ങൾ നേരെ വീട്ടിൽ ചെന്നു. എന്നിട്ട് 2 ആൺമക്കളെ വിളിച്ചു. ഖലീഫയാ, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാ. ഉമർ തങ്ങൾ വീട്ടിൽ ചെന്നിട്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാനൊരു നല്ല പെൺകുട്ടിയെ കണ്ടു, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് തന്നെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായമായത് കാരണം പറ്റൂല. ആ പെണ്ണിന് പണമില്ല, യതീമാണ്, വലിയ സമ്പത്തില്ല, കുടുംബമില്ല, ഒരു പാവപ്പെട്ട പെൺകുട്ടിയാ. പക്ഷെ അള്ള ഉണ്ട് ഹൃദയത്തിനകത്ത്. ആ പെണ്ണിന് ഹൃദയത്തിനകത്ത് അള്ളയുണ്ട്. ചോദിച്ചതാരാ? രാജ്യത്തിന്റെ ഭരണാധികാരി. ഉമർ തങ്ങൾ ചോദിച്ചു, മക്കളെ, നിങ്ങളിൽ ആരാടാ കിട്ടുന്നത് ആ പെണ്ണിനെ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം, പണമില്ലെങ്കിലും തറവാടിത്തരമില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും അള്ള ഉണ്ടോ, എനിക്ക് വേണമെന്ന്. അങ്ങനെ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ ചരിത്രം നിങ്ങൾ വായിക്കുക. മരിക്കാൻ സമയമായി, മരണമെടുത്തു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ കുളിച്ചൊരുങ്ങിയിട്ട് നേരെ പോയിട്ട് അങ്ങോട്ട് കിടന്നു. ബെഡ്റൂമിനകത്ത് കയറി ചെന്നിട്ട് കിടക്കുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ വിളിക്കുന്നു. ഫാത്തിമാനടുത്തേക്ക് വിളിക്കുകയാണ്. ഫാത്തിമാനെ അടുത്ത് വിളിച്ചിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, പോകാൻ സമയമായി ഫാത്തിമ.
ഫാത്തിമയോട് യാത്ര പറയുകയാണ്, ഭാര്യയോട് പൊരുത്തം ചോദിക്കുകയാണ്, ഭാര്യയോട് വസിയത്തുകൾ ചെയ്യുകയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. പടച്ചവനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ? പടച്ചവനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ മിണ്ടാതെ നിന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, ഫാത്തിമ എങ്കിലും റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്, എന്റെ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് നീ വാതിലടയ്ക്കു ഫാത്തിമ. ഫാത്തിമ ചോദിക്കുന്നു, നിങ്ങളുടെ അവസാനത്തെ സമയമാണ്, ഈ സമയത്ത് ഞാൻ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ, നിങ്ങൾ ലോകത്തോട് വിട പറയാ പോകുകയാണല്ലോ, ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്, എന്തിനാണ് എന്നെ പുറത്തിറക്കുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിർ വലാ ജാ ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നുണ്ട് ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ, എത്രയും പെട്ടെന്ന് വാതിലടച്ച് പുറത്തിറങ്ങു ഫാത്തിമ. മനസ്സില്ല മനസ്സോട് ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ ബെഡ്റൂമിന്റെ വാതിലടച്ച് പുറത്തിറങ്ങുകയാണ്. സമാധാനമില്ല, സമാധാനമില്ല. തന്റെ ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ആരാണ് പടച്ചവനെ എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത്? ആരാണ് റബ്ബേ എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത്? ആരാണ് റബ്ബേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവിനെ കാണാൻ ആരാണ് വരുന്നതെന്ന് ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അസ്റായിലിനോട് സലാം പറയുകയാണ്. അസ്റായിലിനോട് തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. പടച്ചവനെ, ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ടതങ്ങൾ നിറയുകയാണ്. തന്റെ ഭർത്താവ് എന്താ പറയുന്നതെന്ന് നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമതായിട്ട് പറയുന്നത് എന്തെന്നറിയോ? പെങ്ങളെ, അള്ളാന്റെ ഖുർആൻ പാരായണം ചെയ്യുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ ഒരുപാട് ഖത്തമോദിയ അള്ളാന്റെ കലാമ് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബി, പാതിരാത്രി മുഴുവനും റൂമിനകത്തിരുന്ന് വാതിലടച്ചിട്ട് ഖുർആൻ ഓതി കരഞ്ഞ സ്വഹാബി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യുകയാണ്. ഭാര്യ ഒളിഞ്ഞു നോക്കുമ്പോ എപ്പോഴാണെന്നറിയോ? റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വന്നപ്പോ, റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പാരായണം ചെയ്യുകയാ. ഏതായത്താ പാരായണം ചെയ്തത്? തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. തന്റെ പ്രിയതമന് മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് സകാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ലടോ, അനക്കമില്ലടോ. ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ലാതെ വന്നപ്പോ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ വാതിൽ തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്,
വെള്ളത്തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കുകയാ. റൂം മുഴുവനും വല്ലാത്ത സുഗന്ധമാണ്. റബ്ബേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ മുഴുവനും കാണാമെന്നു. റബ്ബേ, അവിടത്തെ ജനാസ കുളിപ്പിച്ചു, അവിടുന്ന് കഫം പൊതിഞ്ഞു, അവിടുന്ന് നിസ്കരിച്ചു. അവസാനം ആ ജനാസ കൊണ്ടുപോയി 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞപ്പോ കബറടക്കിയവര് മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. ഒരാള് പോലും പിരിഞ്ഞു പോകുന്നില്ല. എല്ലാവരും ചർച്ചയായി. മയ്യത്തടക്കാമെന്നവർ മുഴുവനും പറയുകയാണ്. അസ്റാലിനോട് സലാം പറഞ്ഞു. ഖുർആനിലെ ആയത്തൂരി. ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചവരും മയ്യത്ത് ചുമന്നവരും മയ്യത്ത് പൊതിഞ്ഞവരും ഖബറടക്കാൻ കൂടിയവരും എല്ലാവരും പറയുന്നു, വല്ലാത്ത സുഗന്ധമാ. എന്തൊരു മരണമാ. മയ്യത്തടക്കാമെന്നവർ മുഴുവനും പള്ളിയുടെ മുമ്പിൽ നിന്ന് വല്ലാത്ത ചർച്ചയായി. അവസാനം അങ്ങനെ ഒരു തീരുമാനമെടുത്തു. എല്ലാവരും തിരിച്ചു പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നു. ആ മയ്യത്തടക്കാമെന്നവർ മുഴുവനും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, ഫാത്തിമ, നീ സങ്കടത്തിലാണെന്നറിയാ, നീ വല്ലാത്ത വേദനയിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ ദുഃഖത്തിലാണെന്നറിയാ, നീ ധൈര്യക്കുകയാണെന്നറിയാ. ഫാത്തിമ, ഞങ്ങൾ വന്നതെന്തിനെന്നറിയോ? നിന്നെ വേദനിപ്പിക്കാനല്ല, നിന്നെ സങ്കടപ്പെടുത്താനല്ല. ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുന്നത് ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. ഞങ്ങൾക്കറിയേണ്ടതെന്തെന്നറിയോ? നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാ. നിന്റെ ഭർത്താവ് മരിക്കുമ്പോ തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ ഖുർആനിലെ മനോഹരമായ ആയത്ത്. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണം കിട്ടുന്നതെന്ന ആയത്ത് പാരായണം ചെയ്തു. ശഹാദത്ത് കലിമ പറഞ്ഞു. നിന്റെ ഭർത്താവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. നിന്റെ ഭർത്താവിന്റെ ശരീരം സുഗന്ധമായിരുന്നു ഫാത്തിമ. ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. ഇതുപോലെ ഞങ്ങൾക്കും മരിക്കണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാൻ കാരണമെന്തേ ഫാത്തിമ? നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാറ് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ? ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒരു നാട് മുഴുവനും വീടിന്റെ മുമ്പിൽ വന്ന് പറയുമ്പോ അല്ലാഹുവേ, അവിടെന്ന് പറയുകയാ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് ദിക്ർ പറയുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം എന്തെന്നറിയോ? ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്ത്
ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ഇന്നുവരെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള വേറെ ഒരാള്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതാ മഹ്ദി പറയുകയാണ്, ഒരു ദിവസം രണ്ടുപേരെ കിടപ്പറയിലിരുന്ന് സംസാരിക്കുമ്പോ ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിലിരുന്നിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാ എന്ന് പറഞ്ഞു പെങ്ങള്, അല്ലാ എന്നൊന്ന് പറഞ്ഞപ്പോ സുമ്മയബുക്കീ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കണ്ണ് നിറയുകയാ. നരകം പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, ഖബർ പറഞ്ഞപ്പോഴല്ല, മസ്സറ പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവിരുന്ന് കരയുകയാ. എന്റെ ഭർത്താവിരുന്ന് കരയുകയാ. സുബഹി വരെ ഇരുന്ന് കരഞ്ഞു, സുബഹി വരെ ഇരുന്ന് കരഞ്ഞു. ഇതാ അല്ലയും പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് എന്ന് പറഞ്ഞ ആരാ മുഅ്മിൻ എന്നറിയോ? തൊപ്പിയിട്ടവൻ മാത്രമല്ല, തഴമ്പുള്ളവൻ മാത്രമല്ല, താടിയുള്ളവനല്ലടോ, തൊപ്പിയിട്ടവനല്ലടോ, വാത് പറയുന്നവനല്ലടോ. ആരാണ് ഈമാനുള്ളവനെന്നറിയോ? ഒരു സത്യവിശ്വാസി ആരാണെന്നറിയോ? അവന്റെ അടയാളം എന്തെന്നറിയോ? അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ കരയും. അല്ലാ എന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണ് നിറയുമടോ, അവന് പേടിയാടോ, അവൻ അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യുമടോ എന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ, സഹോദരാ, നീ ഒരു വീട്ടിലെ ഭരണാധികാരിയാണ്, നീ വാപ്പയാണ്, നീ വാപ്പയാണ്, നിന്റെ ഭാര്യയുടെ മാതൃക നീയാണ്, നിന്റെ മക്കളുടെ മാതൃക നീയാണ്. അതുകൊണ്ട് നീയാണ് നന്നാകേണ്ടത്. നിന്നോട് റബ്ബ് ചോദിക്കും, വാപ്പാ, അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിന്റെ ഭാര്യ, നിന്റെ മക്കള്, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. അതുകൊണ്ടാണ് നബി തങ്ങൾ അവസാന പ്രഭാഷണത്തിൽ ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത്.